ഇങ്ങോട്ട് ആണ്ടാ, രാവിലെ പെട്ടി നോക്കി വന്നിരിക്കുന്നു പണം വാങ്ങിക്കാൻ. എടാ നിന്നെ പോലെ തന്നെ പണം വാങ്ങാൻ വന്നവരാണ് ഞങ്ങളും. അയ്യോ, ഞാൻ പണം വാങ്ങാൻ വന്നതല്ല, കൊടുക്കാൻ വന്നതാ, ഈ പെട്ടി ഉൾപ്പെടെ. എന്താ പറഞ്ഞേ? പണം കൊടുക്കാൻ വന്നതാണെന്ന്. ആർക്ക്? കൈമൾ മാഷിന്. ഞാൻ മലയാളത്തിലല്ലേ ആദ്യം നിങ്ങളോട് പറഞ്ഞത്? യൂണിവേഴ്സൽ കമ്പനി പൊട്ടിപ്പൊളിഞ്ഞ് പാലിഷ് ആയെങ്കിലും ഇപ്പൊ അത് ലാഭത്തിലാണ്. ആ കമ്പനിയുടെ ലാഭവിഹിതമാണ് ഈ പെട്ടിയില്. അന്നാ തുറക്കടാ പട്ടി ഈ പെട്ടി. ഉണ്ണിയുടെ എല്ലാ കടവും വീട്ടാനുള്ള പണം അവിടെ എത്തിക്കഴിഞ്ഞു. ഒരു കുടുംബത്തിന്റെ മുഴുവൻ ജീവനും മാനവും രക്ഷിച്ചത് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും. നമസ്കാരം. ഈ സദാശിവൻ കൈമളുടെ വീടല്ലേ? എന്താ? ആ സദാശിവൻ കൈമൾ ഒന്ന് കണ്ടേച്ചു പോകാന്ന് കരുതി. ആള് ഞാനാ. കണ്ടില്ലേ? കണ്ടു. എന്നാ പോയിക്കോ. ഓക്കെ, താങ്ക് യു. അല്ല, ഞാനൊരു കാര്യം അറിയാൻ വന്നതല്ലേ. നീ ഏതാടാ? രമണൻ. ഏത്? ചെങ്ങമ്പുഴയുടെ രമണനോ? ചങ്ങമ്പുഴയോ? എന്റെ വീട് കോന്നിപ്പുഴ അടുത്തല്ലേ? ഞാൻ ക്ലോസ് ആയപ്പോ ഉണ്ണിയുടെ മരിച്ച ഫ്രണ്ടാ. മരിച്ച ഉണ്ണിയുടെ ക്ലോസ് ആയ ഫ്രണ്ടാ. നിനക്ക് വല്ല അസുഖമുണ്ടോ? ഞങ്ങള് ഫ്രണ്ടുക്കളാ. ആട്ടെ, നിനക്കിപ്പോ എന്താ അറിയേണ്ടത്? ഇവിടെ ഒരു പെങ്കൊച്ചുണ്ടായിരുന്നല്ലോ, ഉണ്ണിയുടെ മുറപ്പെണ്ണ്, മിസ്റ്റർ സുജാത. ആ എരണം കെട്ടവളുടെ പേരിവിടെ മിണ്ടരുത്. ശരി, പേര് പറയുന്നില്ല. ആ കുട്ടിയൊന്ന് കാണാൻ പറ്റും? അവളിവിടെ ഇല്ല. അവള്